എടാ ബെന്നി, എടാ ബെന്നി, ചിക്കടാ, എടാ ബെന്നി, എടാ ബെന്നി. ഹലോ, ഉണ്ട് സർ, ഫുൾ ടീമുണ്ട്. ഓക്കെ സർ, ശരി. നീ ഇങ്ങനെ കിടന്നോ? എനിക്കത് പാട്ട് പാടി നടക്കോ? സിനിമാക്കാരനായി പോയില്ലേ മോനെ. എടാ, കഴിഞ്ഞ ദിവസം കാസ്റ്റിംഗ് ഔട്ടില്ലേ, ആ ടീമാണ്. അയാൾക്ക് ഏതാണ്ട് 12 മണിക്ക് അങ്ങാണ്ട് പനാമേതൊക്കെ പോകണം. ഇതിന് മുമ്പ് എഴുതണം. കാവടി ആന്തരം ബീഫും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് പോടാ. നീ പൈസ എന്റെ പൈസ ഞാൻ കണ്ടാണല്ലോ നിന്റെ പൈസ. ഇല്ലടാ. നീ ആ പൈസ ഞാൻ കണ്ടാണല്ലോ. $250 കോടിയുടെ ആസ്തിയുണ്ട് നിന്റെ ഈ സുഹൃത്ത് പെണ്ണിക്ക്. ഇതിനപ്പുറം എന്തെങ്കിലും വേണമെങ്കിൽ മൈറ്റെടുക്കാൻ നിന്റെ കടം മുഴുവൻ അടച്ചത് റാക്ക് എന്താ വെച്ചോണ്ടിരുന്നു. ഇത് ആരാ ഷിബു? ഞാനാണ് ഭായ് സാർ. ഭായിന്ന് മതി, അതാ ഭായിക്കും ഇഷ്ടം. ശരി സാർ, ബൈ. ഇരിക്കെ. നാല് പടങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിലൊരു പടത്തിന്റെ പരിപാടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പാൻ ഇന്ത്യൻ വലിയ പടം. സോ അതിന്റെ സൈഡിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാ സാർ ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നു? ജെറ്റ് ലി. ജെറ്റ്ലി? അതെ. ഷൂട്ടിംഗ് ഒക്കെ എവിടെയാണ് ബൈ? അത് മെയിൻലി പുറത്തായിരിക്കും. ആൻഡമാനിൽ നിന്ന് ഒരു കപ്പൽ കൊറിയയ്ക്ക് പോകുന്നതും നടുക്കടലിൽ വെച്ച് മുങ്ങിത്താഴുന്നതും നായികയായിട്ടുള്ള പ്രപ്പോസൽ സീനും. സോ ഷൂട്ടൊക്കെ വെളിയിലായിരിക്കും. അപ്പൊ നല്ല ബഡ്ജറ്റ് ആവില്ല സാർ? അല്ല ഭായ്, ആളത്ര വലിയ പരിചയം തോന്നുന്നു. ഇത്തവണത്തെ ഫ്രോഡ്സ് ബിസിനസ് മാഗസിന്റെ കവർ പേജ് കണ്ടിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയ ബിസിനസ് ടോപ്പ് പ്ലസിലാണ് ഭായ്. കണ്ടിരുന്നു. കാണാം. കേരള സത്യത്തിൽ ബിസിനസിന് വളക്കൂറുള്ള മണ്ണൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം കോൺക്രീറ്റ് ഇടാറില്ല. പിന്നെ ഈ ടണൽ വന്നാൽ നമുക്കും കൂടെ പ്രയോജനം ഉണ്ടല്ലോ എന്ന് കരുതിയാ വന്നത്. ഇതൊരു സീക്രട്ട് ആണ്, നിങ്ങളായിട്ട് ആരോടൊന്നും പറയരുത്. ഞങ്ങള് ആരോടും പറയില്ല. മീഡിയക്കാരറിയാലുണ്ടല്ലോ, ഇത് മന്ത്രിസഭ താഴെ വീഴുന്ന കേസാണ്. ഈജിപ്തുമായിട്ടുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നിന്ന് സൂയസ് കനാൽ വഴി ഒരു അണ്ടർ വാട്ടർ ടണൽ, അതിൻ്റെ ഒരു രഹസ്യ ഉച്ചകോടിക്ക് വേണ്ടിയിട്ടാ ഞാൻ വന്നത്. അപ്പോഴാ വിഴിഞ്ഞ് ഉദ്ഘാടനമായി അലിബായുടെ ഒരു ഷിപ്പെങ്കിലും ഇതുവഴി വിഴണം, കേരളത്തെ തഴയരുതെന്നും പറഞ്ഞുകൊണ്ട് ജയേട്ടന്റെ ഒരു വിളി. നമുക്ക് പുള്ളിയെ തഴയാനും പറ്റത്തില്ലല്ലോ. ജയേട്ടൻ നമ്മുടെ CM. എന്നിട്ട് തന്നെ ആദമാനിലേക്ക് പോകേണ്ട ഒരു ഷിപ്പ് വിഴിഞ്ഞം വഴി തിരിച്ചു വിട്ടു. ന്യൂസ് കണ്ടില്ലേ? മദർഷിപ്പ്. ബേസിക്കലി ഒരു 400 കോടി രൂപ നമുക്കിപ്പോൾ വെളുപ്പിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു 100 കോടി വെച്ച് 4 പടം. ബിസിനസ് ആണല്ലോ, എളുപ്പം ഉണ്ടല്ലോ. ഷിബു ഇന്നലെ പറഞ്ഞതല്ലേ, മൊത്തം ടീമും ഉണ്ട്,
പ്രൊജക്റ്റ് ആയിട്ട് ചെയ്തു തരാമെന്ന്. അതെ SRK calling. അവാർഡിന്റെ ട്രീറ്റിലായിരിക്കും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മൊത്തത്തിൽ ഏറ്റെടുത്ത് നടത്താൻ എന്റെ തടസ്സലെ വെണ്ട കൃഷിയിലത് 100 കോടിയുടെ പ്രൊജക്റ്റാടാ. ഞാനെന്ത് പറഞ്ഞു? എടാ ഇത് അങ്ങനെ നമ്മൾ നടത്തും 100 കോടിയുടെ പ്രൊജക്റ്റ് നീ ഏറ്റെടുത്തത്. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി കോൺഫിഡന്റ് ആടാ. അത് നിനക്ക് അങ്ങനെ അറിയാം. കണ്ടില്ലടാ എഴുതി വെച്ചിരിക്കുന്നത്. ആഡ്സ് കണ്ട് കുറെ പേര് റോൾസിന് വേണ്ടിയും കഥ പറയാനും ഒക്കെ വിളിക്കുന്നുണ്ട്. നമുക്കിതിന്റെ പുറകെ നടക്കാനൊന്നും ടൈമില്ല. പിന്നെ സിനിമ ഒരു പാഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം ഇതിനു വേണ്ടി അങ്ങ് മാറ്റി വെച്ചു. നിങ്ങളുടെ ഈ ഹിറ്റ് അടിക്കുന്ന സാധനം വല്ലതും ഉണ്ടോ? കൊണ്ടുപോയി ഒരു റിവൻ സ്റ്റോറി സൂപ്പർ ഹിറ്റ്. പിന്നെ ബായ്ക്ക് അഭിനയിക്കാൻ പറ്റിയ നല്ല റോളുള്ള സ്റ്റോറിയാണ് നോക്കുന്നത്. അഭിനയിക്കൂ. ഞാൻ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സീസൺ ഡേറ്റിലും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഒരു ഷിപ്പിന്റെ കൈവരിയിൽ ചാരി നിൽക്കുന്ന നായിക കടലിന്റെ ഭംഗി ആസ്വദിക്കുന്നു. അവൾ അറിയാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന നായകൻ. പെട്ടെന്ന് ആ ഷിപ്പിലേക്ക് ഒരു ഫിഷ് ഷിപ്പ് ചെരിയുന്നു. നായികനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നായകൻ. ഇത് ബേസിക്കലി ഞാനും എൻ്റെ ഗേൾഫ്രണ്ട് സഞ്ചരിച്ച ബോട്ട് വർക്കലെ വെച്ച് മുങ്ങിയപ്പം ഞാൻ എഴുതിയൊരു കഥയായിരുന്നു. എന്നാലും ഇത് ഏത് ഫിഷാടാ? ഭയങ്കരം അയാൾ എങ്ങോട്ടിരിക്കുന്നത് വേണ്ട. ഭായിക്ക് ഷിപ്പിംഗ് റിലേറ്റഡ് സ്റ്റോറീസ് കൂടുതൽ താല്പര്യമില്ലേ? ബേസിക്കലി നമ്മുടെ ഇത് ഷിപ്പിംഗ് ബിസിനസ് ആണല്ലോ. മൈ ഡാഡ് പുള്ളി മരിക്കുമ്പം ആകെപ്പാടെ ഒരു ഷിപ്പ്, അതാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോണ് കടം. അതിനകത്തായിരുന്നു കിടന്നുറങ്ങുന്നത് വരെ. ഇതിനുശേഷം അവിടുന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ഈ ബിസിനസ് സാമ്രാജ്യം മൊത്തം. നിങ്ങളുടെ കഥ പറ. ഭായ് ഞങ്ങളുടെ ഈ കഥ എന്ന് പറഞ്ഞാൽ ഇതൊരു പാലക്കാടൻ ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. അവിടെ ഒരു പോലീസുകാരനുണ്ട്, അവിടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്. ഇവരുടെ മക്കൾ തമ്മിലൊരു ആക്സിഡന്റ് നടക്കുന്നുണ്ട്. ആക്ച്വലി ഇത് വന്നിട്ടൊരു ആദ്യം തന്നെ ഒരു ഗ്രാമം, കുറെ ആളുകള്, കുറച്ചുകൂടി റിച്ച് ആയിട്ട് കളർഫുൾ ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റഷ്യ നടക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ഒരു 3-4 രാജ്യങ്ങളിലായിട്ടാണ് കഥ നടക്കുന്നത്. കൊച്ചിയിലുള്ള നമ്മുടെ നായകൻ ജഗൻ പനമ്പള്ളി റഷ്യയിലൊരു ഡോണായിട്ട് ജീവിക്കുക. അപ്പോഴാണ് അയാളുടെ US-ലുള്ള ടീച്ചറിനെ ആരോ തട്ടി എന്നുള്ള വാർത്ത വരുന്നത്. അയാൾ നേരെ പ്രായം വരും. അതിപ്പോ ഒരു 50-60 വയസ്സ്. 30. 30 ടീച്ചറാക്കാൻ പറ്റില്ല. വേണ്ട, ഫ്രണ്ട് ആക്കാം, ഗേൾ ഫ്രണ്ട് ആക്കാം അല്ലേ? പിന്നെന്താ? അപ്പൊ ഗേൾ ഫ്രണ്ടിനെ US-ൽ ആരോ തട്ടി തെറിഞ്ഞ് പുള്ളി നേരെ അങ്ങോട്ട് പോകും. ഭായി അതൊരു പ്ലേസ് ആണ്. കപൂർ എന്ന് പറഞ്ഞാൽ ഭായി ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കുറെ ഹിന്ദി ഫാമിലിയുള്ള കുറെ ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ കപൂർ ഫാമിലിയുള്ള ആൾക്കാരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അനിൽ കപൂർ, രൺബീർ കപൂർ, ഋഷി കപൂർ മരിച്ചു പോരാ. എന്നാലും കപൂറല്ലടാ. കരീന കപൂർ. അതെ, ഈ കരീന കപൂറാണ് ഈ മരിച്ചു കിടക്കുന്നത്. വേണ്ട, എന്റെ കരീന കപൂർ മരിക്കണ്ട. ഓക്കെ, നമുക്ക് സോനം കപൂറിനെ തട്ടാം. അല്ലാതെ അപ്പൊ ഇവരൊക്കെ എപ്പോഴും സെറ്റ് കാണും. പിന്നെ ഇവരൊക്കെ ഊണും ഉറക്കവും സെറ്റിൽ തന്നെയാണ്. ഇവരൊക്കെ ഭയങ്കര ഡെഡിക്കേഷന്റെ ആൾക്കാരാണ് പോയി. പിന്നെ ഭയങ്കര വേണ്ട, ഇതൊക്കെ സെറ്റ്. ഓക്കെ. ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൂടുതൽ അവസരം കൊടുക്കുന്ന സിനിമയുടെ ബായുടെ ലക്ഷ്യം ഈ വുമൺ ഇംപ്രൂവ്മെന്റ്. അതാണ് വേണ്ടത്. അതെ. അപ്പൊ പിന്നെ ഈ പടത്തിന്റെ കാസ്റ്റിംഗ് കൗച്ച് നമുക്ക് എപ്പോ നടത്താം? പിള്ളേരിങ്ങനെ വരിവരിയായിട്ട് ചാൻസ് ചോദിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ബ്യൂട്ടി അല്ലേ? അതിന്റെ ഒരു ഓഡീഷൻ കാസ്റ്റിംഗ് കോൾ അത് നമുക്ക് നടത്താം ഭായ്. പക്ഷെ അതിന്റെ ഒരു ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്. കൊടുക്കാം. 1 ലക്ഷം. 1 ലക്ഷം ഭായ്, ഇതൊരു വലിയ പടം. ഇതിന്റെ 1 ലക്ഷം കൊണ്ട് എന്താ? കാരണം നമ്മുടെ ഫണ്ടല്ല അങ്ങ് സ്വിസ് ബാങ്കിലാ. ഇപ്പോഴാണ് ട്രോളിംഗ് നിരോധനം. ബർമുഡ ട്രയാങ്കിളിൽ ഷിപ്പ് പിടിച്ചിട്ടേക്കുക. 2 വീക്സ് എടുക്കും. ആ ഒരു ഗ്യാപ്പില് നമുക്ക് കാസ്റ്റിംഗ് കൗച്ച്. ബെന്നിയുടെ ഫുൾ നെയിം ബെന്നി പി നാരമ്പലെന്നല്ലേ? ആടി കൊടുക്കാൻ വേണ്ടി എന്റെ മുന്നേට അതൊക്കെ വലിയ എഴുത്തുകാരൻ. എന്റെ പേര് ബെന്നി ജോസഫ്. എന്റെ പേര് ഇങ്ങാറേപ്പുരയിൽ ഷിബു. അങ്ങനെ കൊടുത്താൽ മതി.
നമ്മുടെ ഒരു പടമില്ല കേട്ടോ, അത്ര വലിയ സ്ക്രിപ്റ്റ് ഒന്നും നമ്മുടെ ഇത് ഓക്കെ അല്ല. നിങ്ങളുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു റൊമാൻറ്റിക് ട്രാക്ക്, അത് ഞാൻ ഡെവലപ്പ് ചെയ്ത് വലിയ സംഭവമൊക്കെ ഉള്ളത് കേട്ടോ. എടാ ബൈ ബെന്നി, എന്താ നീ തിമിംഗലത്തിന്റെ ലവ് സ്റ്റോറി എഴുതാൻ പോകണം? എക്സ്ക്യൂസ് മീ, ചായക്കുള്ള പൈസ? ഓ ഒന്നും വേണ്ട. അല്ല, എനിക്ക് രാവിലെട്ടൊന്നും കഴിച്ചില്ലേ, നല്ല വിശപ്പുണ്ട്. കൊടുക്കടാ, മുഴുകിത്തില്ല. അല്ല, കിട്ടി. ഒരു ഷുലു എന്നിട്ട് കരീന കപൂറിനെ വളയ്ക്കാറിയിരിക്കുന്നു തേണ്ടി. പ്രണയസുന്ദര രാത്രികളിലെ കൂട്ടുകാരൻ സഞ്ജു. ചന്തകളായിട്ടുള്ള കമ്പനി ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല. താങ്കൾ വിഷയത്തിൽ തെന്നു പറഞ്ഞു കാര്യം പറ. ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ കായ്, അങ്ങനെ അങ്ങനെ. പക്ഷെ നിനക്ക് നല്ലവണ്ണം ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തിനാ പിണക്കമെന്നോട്, എന്തിനാ കൽവെന്ന